നിങ്ങളുടെ കുട്ടികളെ LKG UKG നിങ്ങൾ ജോയിൻ ചെയ്യിക്കുന്നുണ്ട് എങ്കിൽ കിഡ്സ് ഏരിയ ഓൺലൈനിൽ LKG UKG ഫുൾ സിലബസ് കോഴ്സ് അവൈലബിൾ ആണ്. അതിനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് വായിക്കുവാൻ പഠിക്കുന്നുണ്ട് എങ്കിൽ, മലയാളം വായിക്കുവാൻ പഠിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കോഴ്സസും കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ്. വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് കുട്ടികൾ ഇംഗ്ലീഷ് വായിക്കുവാനും മലയാളം വായിക്കുവാനും സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഓരോ ക്ലാസ്സുകളും ചെയ്തിട്ടുള്ളത്. അതുപോലെ കുട്ടികൾക്കായിട്ടുള്ള ബേസിക് കോഴ്സസ് എല്ലാം വർക്ക്ഷീറ്റ്സ് ഒക്കെ കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ്. നമ്പേഴ്സ് അറിയാത്ത കുട്ടികൾക്ക് നമ്പർ നെയിംസ്, മലയാളം അക്ഷരങ്ങൾ, സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, കൂട്ടക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ, ഇംഗ്ലീഷ് ലെറ്റേഴ്സ്, സ്മോൾ ലെറ്റേഴ്സ്, ബിഗ് ലെറ്റേഴ്സ്, ഇങ്ങനെയുള്ള കുട്ടികൾക്കായുള്ള എല്ലാ ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ കുട്ടികൾക്ക് ഏത് ക്ലാസ്സാണോ ആവശ്യം അത് നിങ്ങൾ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നിന്ന് നൽകുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഇന്ന് 3ാം ക്ലാസ്സിലെ കുട്ടികൾക്കായി EVSൽ നിന്നും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുവാണ്. എക്സാം പ്രിപ്പറേഷൻസ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ റിവിഷൻ ചെയ്യുവാണ്. റെഡിയാണല്ലോ? എക്സാമിന് ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻ ടീച്ചർ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. റെഡിയാണല്ലോ? സ്റ്റാർട്ട് ചെയ്യാം. യെസ്. ആദ്യത്തേത് 3 പോട്ടഡ് സീവ്. 3 പോട്ടഡ് സീവ്, മുച്ചട്ടി അരിപ്പ. മുച്ചട്ടി അരിപ്പ പഠിച്ചിട്ടുണ്ടോ? സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നോ? മുച്ചട്ടി അരിപ്പ, 3 പോട്ടഡ് സീവ്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? മുച്ചട്ടി അരിപ്പ അല്ലെങ്കിൽ 3 പോട്ടഡ് സീവ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? വാട്ടർ പ്യൂരിഫിക്കേഷൻ, വെള്ളം ശുദ്ധീകരിക്കുവാൻ. എന്തിനാണ്? വെള്ളം ശുദ്ധീകരിക്കുവാൻ. മലിനജലത്തിൽ നിന്നും ശുദ്ധിയുള്ള വാട്ടർ എടുക്കുവാനാണ് വാട്ടർ പ്യൂരിഫിക്കേഷൻ. അതിനായിട്ടാണ് 3 പോട്ടഡ് സീവ് അല്ലെങ്കിൽ മുച്ചട്ടി അരിപ്പ ഉപയോഗിക്കുന്നത്. ഈ മുച്ചട്ടി അരിപ്പ എന്തിനാണ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ മുച്ചട്ടി അരിപ്പ എന്തിനാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണ് മുച്ചട്ടി അരിപ്പ? യെസ്, വാട്ടർ പ്യൂരിഫിക്കേഷൻ, വെള്ളം ശുദ്ധീകരിക്കുവാനാണ്. വാട്ടർ പ്യൂരിഫിക്കേഷൻ, വെള്ളം ശുദ്ധീകരിക്കുവാനാണ്. രണ്ടാമതൊരു ചോദ്യം ചോദിച്ചിരുന്നത് ഈ മുച്ചട്ടി അരിപ്പയിൽ ഇവിടെ കണ്ടോ പോട്ട്. പോട്ട് എന്ന് പറഞ്ഞാൽ കുടം. 3 കുടങ്ങൾ അല്ലെങ്കിൽ 3 ചിരട്ട. ഇവിടെ നോക്കി, 1 2 3, 1 2 3, 3 പോട്ട്സ് വച്ചിട്ടുണ്ട്. ഈ 3 കുടങ്ങളിലും ഓരോ സാധനങ്ങൾ ഇടാറുണ്ട്. അതിനുശേഷമാണ് നമ്മൾ വെള്ളം പ്യൂരിഫൈ ചെയ്യുന്നത്. ഏറ്റവും താഴെ ശുദ്ധജലം ശേഖരിക്കാനായിട്ട് ഒരു നല്ല പാത്രവും വച്ചിട്ടുണ്ട്. ഈ 3 പോട്ടുകളിലും എന്താണ് ഇടുന്നത് എന്ന് ക്രമമായിട്ട് എഴുതുക. അതാണ് ഒരു ക്വസ്റ്റ്യൻ. നിങ്ങൾക്കറിയാവോ ഒന്നാമത്തെ ചട്ടിയിൽ എന്താണ്? ഒന്നാമത്തെ ചട്ടിയിൽ, രണ്ടാമത്തെ ചട്ടിയിൽ അറിയാവോ? നടുവിലുള്ള ചട്ടിയിൽ, താഴെയുള്ള ചട്ടിയിൽ എന്താണെന്ന് അറിയാവോ? ഓക്കെ, കുറച്ച് കുട്ടികൾ കറക്റ്റായിട്ട് പറഞ്ഞു, ചിലർ സംശയത്തോടെ പറഞ്ഞു, കുറച്ച് പേർക്കോ അറിയത്തുമില്ല. അങ്ങനെയാണ് എങ്കിൽ ആദ്യം നമുക്ക് അതെന്താണെന്ന് നോക്കാം. ഇവിടെ നോക്കി, ഇവിടെ പറഞ്ഞിട്ടുണ്ട് 3 എന്താണ്? മൺചട്ടികളാണ് എടുക്കാനുള്ളത്. എന്താണ് എടുക്കാനുള്ളത്? മൺചട്ടികൾ അല്ലെങ്കിൽ കോക്കനട്ട് ഷെൽസ്. ചിരട്ട അറിയാലോ, ചിരട്ട. ഈ 3 പോട്ടിനും അല്ലെങ്കിൽ 3 പോട്ട്സ് അല്ലെങ്കിൽ ഈ 3 ചിരട്ടകൾക്കും ഒരേ വലുപ്പമായിരിക്കണം. വലുപ്പം ഒരുപോലെ ആയിരിക്കണം. എന്നിട്ടോ അതിന് താഴെ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കണം. കണ്ടോ? Put a small hole at the bottom center of the pots. Put a small hole at the bottom center of the pots. പോട്ട്സിൻ്റെ താഴെ സെൻറ്റർ ഭാഗത്ത്, അതായത് മധ്യഭാഗത്ത് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കണം. ദ്വാരം. ഓക്കെ. Arrange the 3 pots as shown in the picture.
ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ എന്തു ചെയ്യണം? ഈ ചട്ടികളെ ക്രമീകരിക്കണം. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നറിയാവോ? ഏറ്റവും മുകളിലുള്ള പോട്ട്, മുകളിലുള്ള ചട്ടിയിൽ ചരൽ അറിയാവോ? ചരൽ, ഗ്രേവൽ എന്ന് പറയും. ചരൽ നല്ലതുപോലെ വാഷ് ചെയ്യുക, കഴുകുക. കഴുകിയിട്ടുള്ള ഗ്രേവൽ, ഗ്രേവൽ എന്ന് പറഞ്ഞാൽ ചരൽ. വാഷ്ഡ് ഗ്രേവൽ, ഗ്രേവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ചരൽ. വാഷ്ഡ് ഗ്രേവൽ ഇൻ ദ പോട്ട് അറ്റ് ദ ടോപ്പ്, ഏറ്റവും മുകളിലത്തെ മൺചട്ടിയിൽ ചരൽ, മലയാളത്തിൽ ചരൽ എന്ന് പറയും. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് വാഷ്ഡ് ഗ്രേവൽ. ഗ്രേവൽ എന്താ പറയുക? ഗ്രേവൽ, GRAVEL, ഗ്രേവൽ. മലയാളം മീഡിയത്തിലെ കുഞ്ഞുങ്ങൾക്ക് എന്താ പറയുക? ചരൽ. മുച്ചട്ടി അരിപ്പയിൽ ഏറ്റവും മുകളിലുള്ള ചട്ടിയിൽ എന്താ നിറയ്ക്കുക? ചരൽ ആണ് നിറയ്ക്കുക. ഓക്കെ, ഈ മുച്ചട്ടി അരിപ്പ അല്ലെങ്കിൽ 3 പോട്ടഡ് സീവിൽ ടോപ്പ് പോട്ടിൽ എന്താണ് ഫില്ല് ചെയ്യുക? വാഷ്ഡ് ഗ്രേവൽ, കഴുകിയ ഗ്രേവൽ, ചരലാണ്. ഇനി രണ്ടാമത്തെ പോട്ട്, സെക്കൻഡ് പോട്ട്, അല്ലെങ്കിൽ നടുവിലുള്ള മിഡിലുള്ള പോട്ട്. നടുവിലുള്ള ചട്ടിയിൽ എന്ത് നിറയ്ക്കണമെന്നറിയാവോ? മണലറിയാലോ? മണൽ, സാൻഡ്. മണലാണ് രണ്ടാമത്തെ ചട്ടിയിൽ ഇടേണ്ടത്. രണ്ടാമത്തെ ചട്ടിയിൽ എന്താണ് വേണ്ടത്? മണൽ. നടുവിലുള്ള ചട്ടിയിൽ മണൽ, അതായത് സാൻഡ്. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് സാൻഡ്, മണൽ, SAND, സാൻഡ്, SAND, സാൻഡ്. മലയാളം മീഡിയം കുട്ടികൾക്ക് മണൽ. ഏറ്റവും മുകളിൽ ഗ്രേവൽ, ചരൽ. നടുവിലുള്ള ചട്ടിയിൽ സാൻഡ്, മണൽ. ഇനി ഏറ്റവും താഴെയുള്ള ചട്ടിയിൽ എന്താണെന്നറിയാവോ? ബേൺഡ് കോക്കനട്ട് ഷെൽ ഫ്ലാക്സ്, നമ്മുടെ ചിരട്ടക്കരി, കത്തിച്ച ചിരട്ടയുണ്ടല്ലോ, അതിൽ നിന്നുണ്ടാകുന്ന പീസസ്, ചിരട്ടക്കരി. ചിരട്ടക്കരിയാണ് നമ്മൾ ഏറ്റവും താഴെയുള്ള പോട്ടിൽ ഇടേണ്ടത്. ചിരട്ടക്കരി, കോക്കനട്ട് ഷെൽ ഫ്ലാക്സ്, ബേൺഡ് കോക്കനട്ട് ഷെൽ ഫ്ലാക്സ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് മൂന്നും കഴുകിയതായിരിക്കണം. ചരലും കഴുകിയതായിരിക്കണം, മണലും കഴുകി വൃത്തിയാക്കിയതായിരിക്കണം, അതുപോലെ ചിരട്ടക്കരി, ബേൺഡ് കോക്കനട്ട് ഷെൽ ഫ്ലാക്സും എന്ത് ചെയ്തിരിക്കണം? കഴുകി വൃത്തിയാക്കിയതായിരിക്കണം. ഇത് മൂന്നും ഈ ചട്ടിയിൽ നിറയ്ക്കാം. എന്നിട്ടോ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ? കീപ് എ ക്ലീൻ വെസൽ, നല്ല വൃത്തിയുള്ള ഒരു പാത്രം ഏറ്റവും താഴെ വയ്ക്കുക. എന്തിനാണെന്നറിയാവോ? സീവ് ടു കളക്ട് പ്യോർ വാട്ടർ, കളക്ട് പ്യോർ വാട്ടർ, ടു കളക്ട് പ്യോർ വാട്ടർ, ശുദ്ധജലം ശേഖരിക്കുവാനായിട്ട്, ശുദ്ധജലം കളക്ട് ചെയ്യാനായിട്ട്, പ്യോർ വാട്ടർ കളക്ട് ചെയ്യാനായിട്ട് ഏറ്റവും താഴെ ഒരു ക്ലീൻ വെസൽ, ശുദ്ധിയുള്ള, അതായത് നല്ല വൃത്തിയുള്ള ഒരു പാത്രം വെച്ചിരിക്കുക. നൗ പോർ മഡി വാട്ടർ ഇൻ ദ അപ്പർ മോസ്റ്റ് പോട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഏറ്റവും മുകളിലുള്ള ചട്ടിയിൽ ചെളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. മഡി വാട്ടർ, ചെളിവെള്ളം. മഡി വാട്ടർ എന്ന് പറഞ്ഞാൽ ചെളിവെള്ളം. ചെളിവെള്ളം ഏറ്റവും മുകളിലുള്ള പോട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ആദ്യം അത് ചരലിൽ വീഴും. ചരലിലെന്ന് അഴുക്കൊക്കെ കുറച്ചൊക്കെ അവിടെ ആകും. എന്നിട്ടോ ബാക്കി വെള്ളം എവിടെ വരും? ഈ സാൻഡ്, മണലിൽ വരും. മണലിൽ വീഴുമ്പോൾ അഴുക്കൊക്കെ അതിൽ പിടിക്കും. വീണ്ടും ശുദ്ധിയായ വെള്ളം താഴെ വരും. ഏറ്റവും താഴെയോ നല്ല വൃത്തിയുള്ള കോക്കനട്ട് ഷെൽ ഫ്ലാക്സ്, ബേൺ കോക്കനട്ട് ഷെൽ ഫ്ലാക്സ്, ചിരട്ടക്കരിയാണ്. അതിലും വീഴുമ്പോഴോ ബാക്കിയുള്ള വിഷാംശവും അല്ലെങ്കിൽ ചെളിയൊക്കെ എന്ത് ചെയ്യും? ഈ ചിരട്ടക്കരി പിടിച്ചെടുക്കും. ഏറ്റവും താഴെ ഈ ക്ലീൻ വെസൽ, ശുദ്ധിയുള്ള പാത്രത്തിൽ എന്താ വീഴുക? ശുദ്ധജലം, പ്യൂർ വാട്ടർ ആയിരിക്കും എത്തുന്നുണ്ടാവുക. ഇതാണ് മുച്ചട്ടി അരിപ്പ, 3 പോട്ടഡ് സീവ്. അപ്പോൾ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ഈ 3 പോട്ടുകളിലും എന്താണ് നിറയ്ക്കുക, എന്താണ് ഉള്ളത്, അത് ക്രമമായിട്ട് എഴുതുക. ഫസ്റ്റ് പോട്ടിൽ എന്താണ്, സെക്കൻഡ് പോട്ടിൽ എന്താണ്, തേർഡ് പോട്ടിൽ എന്താണ്, മുകളിലുള്ള ചട്ടിയിൽ എന്താണ്, നടുവിലെ ചട്ടിയിൽ എന്താണ് ഇടുക, താഴെയുള്ള ചട്ടിയിൽ എന്താണ് ഇടുക. ഓക്കെ, മുകളിലെ ചട്ടിയിൽ ചരൽ, നടുവിലെ ചട്ടിയിൽ മണൽ, താഴെയുള്ള ചട്ടിയിൽ ചിരട്ടക്കരി എന്നിവ കഴുകി വൃത്തിയാക്കി ഇടുക. മുച്ചട്ടി അരിപ്പയുടെ ഏറ്റവും അടിയിലായി ശുദ്ധജലം ശേഖരിക്കാനായി വൃത്തിയുള്ള ഒരു പാത്രം വയ്ക്കുക. ഇനി ഏറ്റവും മുകളിലത്തെ ചട്ടിയിൽ ചെളിവെള്ളം ഒഴിച്ചു നോക്കുക.
താഴെയുള്ള പാത്രത്തിൽ എന്ത് കിട്ടും? ശുദ്ധജലം കിട്ടും. അപ്പോൾ മുകളിലുള്ള ചട്ടിയിൽ എന്താണ്? ഗ്രേവൽ, ചരൽ. മുകളിലുള്ള ചട്ടിയിൽ ചരൽ, ഗ്രേവൽ. സെക്കൻഡ് പോട്ട്, നടുവിലുള്ള ചട്ടിയിൽ മണൽ, സാൻഡ്. ഏറ്റവും താഴെയുള്ള ചട്ടിയിൽ ചിരട്ടക്കരി, കോക്കനട്ട് ഷെൽ ഫ്ലാക്സ്, ബേർഡ് കോക്കനട്ട് ഷെൽ ഫ്ലാക്സ്. ഓക്കെ, തെറ്റില്ലല്ലോ. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചാലും തെറ്റില്ലല്ലോ. അപ്പോൾ 3 പോട്ടഡ് സീവ് എന്തിനാണ്? വാട്ടർ പ്യൂരിഫിക്കേഷൻ, വെള്ളം ശുദ്ധീകരിക്കുവാനാണ് കേട്ടോ. അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. എക്സാമിന് ചോദിച്ച അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓൺ ഈസ് റോങ് സ്റ്റേറ്റ്മെൻറ്റ്? ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? മലയാളം മീഡിയം കുട്ടികൾക്ക് ടീച്ചർ ഇത് മലയാളത്തിൽ പറഞ്ഞു തരാം കേട്ടോ. ഒന്നാമത്തേത്, ക്ലോസ് ദ ഓപ്പൺ ടാപ്പ്. തുറന്നിട്ടിരുന്ന ടാപ്പ്. ടാപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ, വെള്ളത്തിൻ്റെ ടാപ്പ്. തുറന്നിരുന്ന ടാപ്പ് അടച്ചു വെച്ചു. അത് തെറ്റാണോ ശരിയാണോ? തെറ്റായിട്ടുള്ള കാര്യമാണ് കണ്ടുപിടിക്കേണ്ടത്. റോങ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തെറ്റായത് കണ്ടുപിടിക്കുക. ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് നിങ്ങൾ പറയുക. ഓക്കെ, ക്ലോസ് ദ ഓപ്പൺ ടാപ്പ്. തുറന്നിരുന്ന ടാപ്പ് അടച്ചു വെച്ചു. അത് ശരിയാണോ തെറ്റാണോ? ശരിയാണോ? ഓക്കെ. ടോയ്ലറ്റ് ഷുഡ് ബി ബിൽറ്റ് നിയർ ദ വെൽ. കിണറിന് അടുത്തായിട്ട് ടോയ്ലറ്റ്. ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, കക്കൂസ് എന്ന് പറയും, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ശുചിമുറി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ടോയ്ലറ്റ് നിർമ്മിക്കേണ്ടത് കിണറിനടുത്താണ്. ശരിയാണോ തെറ്റാണോ? ടോയ്ലറ്റ് നിർമ്മിക്കാനുള്ളത് കിണറിന് അടുത്താണ്. ടോയ്ലറ്റ് ഷുഡ് ബി ബിൽറ്റ് നിയർ ദ വെൽ. സംശയമുണ്ടോ? ഓക്കെ, അതങ്ങനെ കിടന്നോട്ടെ. വാട്ടർ ഷുഡ് ബി യൂസ്ഡ് ഓൺലി വെൻ നീഡഡ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം വെള്ളം ഉപയോഗിക്കണം. ശരിയോ തെറ്റോ? വാട്ടർ ഷുഡ് ബി യൂസ്ഡ് ഓൺലി വെൻ നീഡഡ്. എപ്പോഴാണോ വെള്ളത്തിന് ആവശ്യം വരുന്നത് അപ്പോൾ ഉപയോഗിക്കുക. ശരി. പ്രിവെൻറ്റ് വാട്ടർ വേസ്റ്റേജ്. വെള്ളം നശിക്കുന്നത് തടയുക. വെള്ളം നശിപ്പിക്കുന്നത്, വെള്ളത്തെ വേസ്റ്റേജ് ചെയ്യുന്നത്, കളയുന്നത്, വെള്ളം ആവശ്യമില്ലാതെ കളയുന്നത് തടയുക, പ്രിവെൻറ്റ് ചെയ്യുക. അത് ശരിയോ തെറ്റോ? ശരി. അപ്പോൾ നിങ്ങൾ പറഞ്ഞേ, ഇതിൽ റോങ് സ്റ്റേറ്റ്മെൻറ്റ്, തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? തുറന്നിട്ടിരുന്ന ടാപ്പ് ക്ലോസ് ചെയ്തതാണോ? വെള്ളം ആവശ്യമുള്ളപ്പോൾ ഉപയോഗിച്ചതാണോ? വെള്ളം വെറുതെ കളയുന്നത് തടയുന്നതാണോ? കിണറിനടുത്ത് ടോയ്ലറ്റ് നിർമ്മിക്കുന്നതാണോ? ഇതിൽ ഏതാണ് റോങ് സ്റ്റേറ്റ്മെൻറ്റ്? തെറ്റായ സന്ദേശം ഏതാണ്? തെറ്റായിട്ടുള്ളത് ഏതാണ്? യെസ്, ഏതാണ്? ടോയ്ലറ്റ് ഷുഡ് ബി ബിൽറ്റ് നിയർ ദ വെൽ. കിണറിനടുത്ത് ടോയ്ലറ്റ് നിർമ്മിക്കണം എന്ന് പറഞ്ഞതാണിതിൽ റോങ് സ്റ്റേറ്റ്മെൻറ്റ്, തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ 2 രീതിയിലുള്ള ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയല്ലോ. ഈസി അല്ലേ? യെസ്. ഇനിയും ടീച്ചർ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരാം. എക്സാം പ്രിപ്പറേഷൻ, അതായത് എക്സാമിന് ചോദിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അത് നിങ്ങൾക്ക് എക്സാമിന് ഹെൽപ്പ് ചെയ്യും. ഓക്കെ ഓക്കെ ചിൽഡ്രൻ, ബൈ, താങ്ക് യു. നിങ്ങളുടെ കുട്ടികളെ LKG UKG നിങ്ങൾ ജോയിൻ ചെയ്യിക്കുന്നുണ്ട് എങ്കിൽ കിഡ്സ് ഏരിയ ഓൺലൈനിൽ LKG UKG ഫുൾ സിലബസ് കോഴ്സ് അവൈലബിൾ ആണ്. അതിനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് വായിക്കുവാൻ പഠിക്കുന്നുണ്ട് എങ്കിൽ, മലയാളം വായിക്കുവാൻ പഠിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കോഴ്സസും കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ്. വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് കുട്ടികൾ ഇംഗ്ലീഷ് വായിക്കുവാനും മലയാളം വായിക്കുവാനും സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഓരോ ക്ലാസ്സുകളും ചെയ്തിട്ടുള്ളത്. അതുപോലെ കുട്ടികൾക്കായിട്ടുള്ള ബേസിക് കോഴ്സസ് എല്ലാം, വർക്ക്ഷീറ്റ്സ് ഒക്കെ കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ്. നമ്പേഴ്സ് അറിയാത്ത കുട്ടികൾക്ക് നമ്പേഴ്സ്, നമ്പർ നെയിംസ്, മലയാളം അക്ഷരങ്ങൾ, സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, കൂട്ടക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ, ഇംഗ്ലീഷ് ലെറ്റേഴ്സ്, സ്മോൾ ലെറ്റേഴ്സ്, ബിഗ് ലെറ്റേഴ്സ്, ഇങ്ങനെയുള്ള കുട്ടികൾക്കായുള്ള എല്ലാ ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ കുട്ടികൾക്ക് ഏത് ക്ലാസ്സാണോ ആവശ്യം അത് നിങ്ങൾ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നിന്ന് നൽകുന്നതാണ്.